ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ യൂണിറ്റിലെ ടോയ്സ് ടു ടീൻസ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ഈ വീഡിയോയിൽ മുഴുവൻ ആക്ടിവിറ്റീസും എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, അനലൈസ് ദി ആഡ് ജിംഗിൾസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ജിംഗിൾസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ജിംഗിൾസ് ആർ ഷോർട്ട്, ക്യാച്ചി, മെലഡീസ് ഓർ ട്യൂൺസ് യൂസ്ഡ് ഇൻ അഡ്വർടൈസിംഗ് ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതായത് പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വളരെ ഷോർട്ടായിട്ടുള്ള, പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന, നമ്മളെ ആകർഷിക്കുന്ന ചില മെലഡീസ്, അതുപോലെ ട്യൂൺസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ജിംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ഒന്നാമത്തത്, 1 2 3 മാത്സ് ഈസ് എ ബ്രീസ്, യു വിൽ ഹാവ് ഫൺ, ഡു ഇറ്റ് വിത്ത് ഈസ്. ഇത് ഒരു പക്ഷേ ഒരു മാത്സ് ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ജിംഗിൾ ആയിരിക്കാം. ഇനി രണ്ടാമത്തത് നോക്കുക, ടേക്ക് യുവർ ബ്രഷ്, പെയിൻറ്റ് യുവർ ഡ്രീംസ്, ഗിവ് യുവർ ഫാൻസി എ ബ്രില്യൻറ്റ് ഫ്രഷ്. ഒരു പക്ഷേ പെയിൻറ്റിങ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരസ്യത്തിൻ്റെ ജിംഗിൾസ് ആയിരിക്കാം. മൂന്നാമത്തത്, സ്ട്രം ദ സ്ട്രിങ് എന്ന് വെച്ചാൽ സ്ട്രിങ് പ്ലേ ചെയ്യുക. ക്യാച്ച് ദ റിങ് ആൻഡ് ലെറ്റ് യുവർ ഹാർട്ട് ടേക്ക് വിങ്. ഇത് ഒരു പക്ഷേ ഒരു മ്യൂസിക് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജിംഗിൾ ആവാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു പരസ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു റൈമിങ് വേർഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന ക്യാച്ചി ആയിട്ടുള്ള ചില സെൻറ്റൻസുകൾ, മ്യൂസിക്കുകൾ, മെലഡികൾ ഒക്കെയാണ് ജിംഗിൾസ് എന്ന് പറയുന്നത്. ഇമാജിൻ യു ആർ മാർക്കറ്റിംഗ് കാർട്ടൂൺസ് ഫോർ ചിൽഡ്രൻ. ഓൺ ദ ബേസിസ് ഓഫ് യുവർ അനാലിസിസ് ഓഫ് ദി ആഡ് ജിംഗിൾസ് എബവ്, ക്രിയേറ്റ് എ ഫ്യൂ ഓഫ് യുവർ ഓൺ. അപ്പം നിങ്ങളുടേതായ കുറച്ച് ആഡ് ജിംഗിൾസ് ഉണ്ടാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടതുവശത്തായിട്ട് ഫീച്ചേഴ്സ് ഓഫ് ആഡ് ജിംഗിൾസിൻ്റെ പ്രത്യേകതകൾ, വലത് ഭാഗത്തായിട്ട് നമ്മൾ ആഡ് ജിംഗിൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എഴുതാനുമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ആഡ് ജിംഗിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈമിംഗ് ആൻഡ് റിഥമിക്, ഇതിന് കൃത്യമായ ഒരു താളമുണ്ട്. അതുപോലെ റൈമിംഗ് വേർഡ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരേ ശബ്ദമുള്ള വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് ആൻഡ് സിമ്പിൾ, വളരെ ലളിതമായതും ഒരുപാട് നീളമുള്ളതല്ല, ഷോർട്ടായിട്ടുള്ള ചില സെൻറ്റൻസുകളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇമോഷണലി അപ്പീലിംഗ്, നമ്മളെ സ്വാധീനിക്കുന്ന, ഇമോഷണലായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ആയിരിക്കും ഈ ജിംഗിൾസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇവിടെ ഒരു പ്രത്യേകത കൂടി എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടേതായ ആഡ് ജിംഗിൾസ് എഴുതാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യത്തെ 3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് മെമ്മറബിൾ ആൻഡ് ക്യാച്ചി എന്നാണ്. അതായത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന, നമ്മൾ ക്യാച്ച് ചെയ്യുന്ന, അതുപോലെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒക്കെ ആയിരിക്കും ആഡ് ജിംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4 ആഡ് ജിംഗിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് തരം അഡ്വർടൈസ്മെൻറ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജിംഗിളാണ്. ഡിഗ് ഇൻ ദ ലാബ്, എക്സ്പെരിമെൻറ്റ് ആൻഡ് പ്ലേ, ഡിസ്കവർ ദ വണ്ടേഴ്സ്, ലേൺ എവറി ഡേ. അതൊരു ആഡ് ജിംഗിളാണ്, സയൻസുമായി ബന്ധപ്പെട്ടത്. ഇനി വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആഡ് ജിംഗിൾ, ഓപ്പൺ എ ബുക്ക്, ടേക്ക് എ ഡൈവ്, അഡ്വഞ്ചർ അവെയ്റ്റ്സ്, ബ്രിങ് സ്റ്റോറീസ് അലൈവ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജിംഗിൾ, കിക്ക് ദ ബോൾ, റൺ വിത്ത് ഗ്ലീ എന്ന് വെച്ചാൽ സന്തോഷം, ടീം വർക്ക് ആൻഡ് ഫൺ, ദാറ്റ്സ് ദ കീ, അല്ലേ? അപ്പോൾ ഇവിടെ ഗ്ലീ, കീ റൈമിംഗ് വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല ഭക്ഷണശീലം പറയുന്ന ഒരു ആഡാണെങ്കിൽ, ക്രഞ്ച് ദാറ്റ് ക്യാരറ്റ്, മഞ്ച് ദാറ്റ് പീ, ഈറ്റിംഗ് ഹെൽത്തി ഈസ് ദ വേ ടു ബി, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ കാണാം. ഇതിന് കൃത്യമായ ഒരു താളമുണ്ട്. അതുപോലെ റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ ഷോർട്ടാണ്, സിമ്പിളാണ്. അതുപോലെ നമ്മളെ പെട്ടെന്ന് ക്യാച്ചിയാണ്. അതുപോലെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ളതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം.
Fascinated by ads, one of your friends plans to buy a product from an unfamiliar website. You feel it your responsibility to make your friend aware of the possible dangers of such transactions. Write the likely conversation between you and your friend. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഒരു പരസ്യം കണ്ടിട്ട് ഒരു പരിചിതമല്ലാത്ത ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ വിലയൊക്കെ വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കളയാം എന്നുള്ള വിചാരത്തിലാണ് കൂട്ടുകാരൻ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇത് അത്ര സേഫ് അല്ല എന്നുള്ള. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് നോക്കാം. യു അതുപോലെ ഫ്രണ്ട്. അപ്പം നിങ്ങളാണ് ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഹേയ്, I saw you looking at that cheap gadget online. Are you going to buy it? അല്ലേ, നീ ഇങ്ങനെ ഒരു വില കുറഞ്ഞൊരു സാധനം ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്ന കണ്ടിരുന്നല്ലോ, നീ അത് വാങ്ങാൻ പോവാണോ? യെസ്, ദ പ്രൈസ് ഈസ് സോ ലോ, ഐ റിയലി വാണ്ട് ഇറ്റ്. അല്ലേ, അതിൽ ഈ വെബ്സൈറ്റിൽ അതിൻ്റെ വില തീരെ കുറവാണ്, അതുകൊണ്ട് ഞാനത് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ദാറ്റ്സ് കൂൾ, കൊള്ളാം, ബട്ട് ഹാവ് യു ചെക്ക്ഡ് ഇഫ് ദ വെബ്സൈറ്റ് ഈസ് സേഫ്? പക്ഷേ നീ ഈ വെബ്സൈറ്റ് സേഫാണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? സേഫ്? അതെന്താണ് സാധനം? ഐ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. വാട്ട് യു മീൻ? ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ആലോചിച്ചില്ലല്ലോ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സം വെബ്സൈറ്റ്സ് ക്യാൻ ബി സ്കാംസ്. അല്ലേ, ചില വെബ്സൈറ്റുകൾ നമ്മളെ പറ്റിക്കുന്ന വെബ്സൈറ്റുകളാണ്, അത് യഥാർത്ഥ വെബ്സൈറ്റുകളായിരിക്കില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഷുവർ ഇറ്റ്സ് എ ഗുഡ് സൈറ്റ് ബിഫോർ യു ബൈ. അല്ലേ, നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പാക്കണം. ഫ്രണ്ട്, ഹൗ ക്യാൻ ഐ ചെക്ക് ഇഫ് ഇറ്റ്സ് ഗുഡ്? അത് നല്ല സൈറ്റാണെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ കഴിയാം? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ലുക്ക് ഫോർ റിവ്യൂസ് ഫ്രം അതർ കസ്റ്റമേഴ്സ്. അല്ലേ, ഇത് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിയ ആളുകൾ ഇതിന് കൊടുത്തിരിക്കുന്ന റിവ്യൂ എന്താണെന്നുള്ളത് നോക്കണം. ഇഫ് ദർ ആർ ബാഡ് റിവ്യൂസ്, അല്ലേ, അപ്പം അതിൽ മോശം റിവ്യൂസൊക്കെയാണ്, ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നൊക്കെയാണ് റിവ്യൂസൊക്കെ ഉള്ളതെങ്കിൽ ആ വെബ്സൈറ്റ് സേഫ് അല്ല. ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. അങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് റിവ്യൂസ് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് സേഫ് അല്ല, ഈ വെബ്സൈറ്റ് ശരിക്കുള്ളൊരു വെബ്സൈറ്റ് അല്ല, നിങ്ങൾ ഒരു പക്ഷേ പറ്റിക്കപ്പെടാം. ഫ്രണ്ട്, അപ്പോൾ ഫ്രണ്ട് പറയാണ്, ശരി, ഗോട്ട് ഇറ്റ്, വാട്ട് എൽസ് ഷുഡ് ഐ ചെക്ക്? വേറെ എന്തൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ഇഫ് ദേ ഹാവ് കോൺടാക്ട് ഡീറ്റെയിൽസ് ലൈക്ക് ഫോൺ നമ്പർ ഓർ ഇമെയിൽ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ വെബ്സൈറ്റിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നിങ്ങൾ ആരെ വിളിക്കും? അതിൽ ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഉണ്ടോ? ലെജിറ്റ് സൈറ്റ്സ് യൂഷ്വലി ഡു. അല്ലേ, അപ്പോൾ സത്യസന്ധമായ സൈറ്റ്സ് ആണെങ്കിൽ അതിൽ കോൺടാക്ട് നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ദ സൈറ്റ് ഡസൻറ്റ് ഹാവ് എനി റിവ്യൂസ്? ഇനി സൈറ്റിൽ റിവ്യൂസ് ഒന്നും ഇല്ലെങ്കിലോ എന്ത് ചെയ്യും? ഇഫ് ദർ ആർ നോ റിവ്യൂസ് ഓർ ടു മെനി ആഡ്സ്, ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. അല്ലേ, അപ്പോൾ അങ്ങനെ റിവ്യൂസ് ഒന്നും കാണുന്നില്ല, അതുപോലെ ഈ വെബ്സൈറ്റ് തുടങ്ങിയപ്പോൾ മുതൽ കുറേ പരസ്യങ്ങൾ, ആഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൈറ്റ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സ്റ്റിക്ക് ടു സൈറ്റ്സ് യു നോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റുകളിൽ നിന്ന് വാങ്ങുക. ഫ്രണ്ട്, ദാറ്റ് മേക്സ് സെൻസ്. അത് ശരിയാണ്. ഐ വിൽ ബി മോർ കെയർഫുൾ. ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം. താങ്ക് യു ഫോർ ദ അഡ്വൈസ്. അല്ല, ഈ ഉപദേശത്തിന് വളരെ നന്ദി. നോ പ്രോബ്ലം, ഓൾവേസ് ബെറ്റർ ടു ബി സേഫ്. ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ് ഫൈൻഡിങ് എ ട്രസ്റ്റഡ് സൈറ്റ്. ഇനി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൈറ്റ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കോൺവെർസേഷൻ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് ലെറ്റർ ടു ദ എഡിറ്റർ, അനലൈസ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബബിൾസ് ഗിവൺ. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു എഡിറ്റർക്ക് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ്. അപ്പോൾ ഈ ലെറ്ററിൽ പല ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ബബിൾസിൽ നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് ഡേറ്റാണ്. രണ്ടാമത്തത് എന്താണ്? മൂന്നാമത്തത് എന്താണ്? 4, 5, 6, 7, 8, 9, 10 ബബിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡേറ്റ് ആണ്. രണ്ടാമത്തത് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ്. അതുപോലെ മൂന്നാമത്തത് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ലെറ്റർ എന്നുള്ള സബ്ജക്റ്റാണ്. നാലാമത്തത് അഭിസംബോധന ചെയ്യുന്ന സല്യൂട്ടേഷനാണ്. അഞ്ചാമത്തത് ഈ ലെറ്ററിൻ്റെ ഒരു ഓപ്പണിംഗ് എന്നൊക്കെ പറയാം. അടുത്തത് അതിൻ്റെ കണ്ടൻറ്റാണ്. അടുത്തത് അതിൻ്റെ ബോഡി ഓഫ് ദ ലെറ്റർ തന്നെയാണ്. അടുത്തത് അതിൻ്റെ ഒരു എൻഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനാണ്. അതുപോലെ സിൻസിയർലി എന്നുള്ളതും ഒരു കൺക്ലൂഷൻ എന്ന് നമുക്ക് പറയാം.
അതുപോലെ അവസാനത്തത് അനഘ തിരുവനന്തപുരം. അനഘ എന്നുള്ളത് പേരും തിരുവനന്തപുരം എന്നുള്ളത് സ്ഥലത്തിൻ്റെ പേരുമാണ്. അല്ലെങ്കിൽ നെയിം ഓഫ് ദ പേഴ്സൺ ആൻഡ് നെയിം ഓഫ് ദ പ്ലേസ്. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഡേറ്റ് ഇവിടെ 25 സെപ്റ്റംബർ 2023. സല്യൂട്ടേഷനാണ് ദ എഡിറ്റർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ബോഡി ഷെയ്മിങ് ആൻഡ് ബോഡി ഷേപ്പിംഗ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ബോഡി ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. ക്ലോസിംഗ് ആണ് സിൻസിയർലി, യുവേഴ്സ് സിൻസിയർലി എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്. ഇനി അവസാനത്തത് നമുക്ക് നെയിം പ്ലേസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സിഗ്നേച്ചർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നൗ റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ഡെയിലി അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ആഡ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ്. അപ്പോൾ ഈ പരസ്യങ്ങളുടെ എങ്ങനെയാണ് ഈ യുവാക്കളെയും കുട്ടികളെയും ഇത് സ്വാധീനിക്കുന്നത്, വളരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് എഡിറ്റർക്കൊരു ലെറ്റർ എഴുതാൻ. ഇതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ലെറ്റർ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതി 25 സെപ്റ്റംബർ 2023. അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു, ദ എഡിറ്റർ ഹിന്ദു. ഇനി സബ്ജക്റ്റ് കൊടുക്കുന്നു, ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ആഡ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. കുട്ടികളെയും മുതിർന്നവരെയും ഈ പരസ്യങ്ങൾ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ലെറ്റർ. അതിൻ്റെ സബ്ജക്റ്റ്, ഡിയർ സാർ, I am writing to bring attention to how advertisement negatively affects children and young people. അപ്പോൾ ഞാൻ ഈ ലെറ്റർ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് പരസ്യങ്ങൾ കുട്ടികളെയും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതെന്ന് പറയാനാണ്. ആഡ്സ് ആർ എവ്രിവെയർ ആൻഡ് ദേ ഓഫൻ ഷോ അൺറിയലിസ്റ്റിക് ഇമേജസ് ഓഫ് ബ്യൂട്ടി ആൻഡ് സക്സസ്. അപ്പോൾ ഈ പരസ്യങ്ങൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥമല്ലാത്ത ചില ചിത്രങ്ങളും അതുപോലെ വിജയത്തിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിലുള്ളതല്ല കാണിക്കുന്നത്, റിയലിസ്റ്റിക് ആയിട്ടുള്ളതല്ല കാണിക്കുന്നത്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ദിസ് ക്യാൻ മേക്ക് യങ് പീപ്പിൾ ഫീൽ ബാഡ് അബൌട്ട് ദംസെൽസ് ആൻഡ് കോസ് ഇഷ്യൂസ് ലൈക്ക് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ പരസ്യങ്ങളിൽ കാണുന്ന ചിത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആ പരസ്യത്തിൽ കാണുന്ന ആളുകളൊക്കെ ആയിട്ട് സ്വന്തം ശരീരത്തെ കമ്പയർ ചെയ്യുകയും അങ്ങനെ സ്വയം ഒരു അപകർഷതാ ബോധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ ദോഷകരമാണ്. അപ്പോൾ അവനവനെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. അതുപോലെ വലിച്ചു വാരി തിന്നുന്നു. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അതല്ലെങ്കിലും ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ആളുകൾ ഇതൊക്കെ വാങ്ങി തിന്നുകയാണ്. അപ്പോൾ അത് ഹെൽത്തി അല്ല, അൺഹെൽത്തിയാണ്. Moreover, companies often use popular characters and catchy songs to make children want to buy their products. അതുപോലെ കുട്ടികളെ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ചില കഥാപാത്രങ്ങളെ, കാർട്ടൂൺ കഥാപാത്രങ്ങളെയും അതുപോലെ അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചില പാട്ടുകളും മ്യൂസിക്കുകളും ഒക്കെ ഇട്ടിട്ട് കുട്ടികളെ കൊണ്ട് ഓരോ പ്രൊഡക്ട്സ് അവരെ കബളിപ്പിച്ചുകൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. ദിസ് ക്യാൻ പ്രഷർ കിഡ്സ് ടു കൺവിൻസ് ദർ പാരൻസ് ടു ബൈ തിങ്സ് ദേ ഡോണ്ട് റിയലി നീഡ്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുട്ടികൾ അവരുടെ രക്ഷിതാക്കളെ വല്ലാതെ പ്രഷർ കൊടുക്കുന്നു, അല്ലേ? അവരെ വല്ലാതെ നിർബന്ധിക്കുന്നു. അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രക്ഷിതാക്കളെ നിർബന്ധിക്കുന്നു. ലൈക്ക് അൺഹെൽത്തി സ്നാക്സ് ഓർ ട്രെൻഡി ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും പുതിയൊരു ഫാഷനാണ്, പുതിയ ട്രെൻഡാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ രക്ഷിതാക്കളോട് പറഞ്ഞ് അത് വാങ്ങിപ്പിക്കുന്നു. അഡ്വർടൈസിങ് ക്യാൻ എൻകറേജ് ദം ടു പ്രിഫർ certain brands without understanding if those products are good for them. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നല്ലതാണോ എന്നൊന്നും ആലോചിക്കാതെ ചില ബ്രാൻഡുകൾ ആളുകൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണ്. ഈ ബ്രാൻഡ് ഇതാണ് നല്ലത് എന്നൊക്കെയുള്ള ചിന്ത വരുന്നു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to think about how we can protect young people from this pressure. അപ്പോൾ ഇത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്നു ആളുകളിൽ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഈ ആഡ് അല്ലെങ്കിൽ പരസ്യങ്ങളിൽ വീണു പോകുന്ന ആളുകളെ നമുക്ക് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. വി ഷുഡ് ടീച്ച് ചിൽഡ്രൻ ഹൗ ടു തിങ്ക് ക്രിട്ടിക്കലി അബൌട്ട് വാട്ട് ദേ സീ ഇൻ ആഡ്സ്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ പരസ്യങ്ങളിൽ കാണുന്നത് ഒക്കെ നമ്മൾ ഒരു സ്വയം നമ്മളത് പഠിച്ചിട്ട് മാത്രമേ അത് വിശ്വസിക്കാൻ പാടുള്ളൂ. അതിനെക്കുറിച്ചൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തിങ്കിങ് അവിടെ ഉണ്ടാവണം. ഐ ഹോപ്പ് ദ ഹിന്ദു വിൽ പബ്ലിഷ് ആർട്ടിക്കിൾസ് അബൌട്ട് ദിസ് ഇഷ്യൂ ടു ഹെൽപ്പ് റേസ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് ഹെൽത്തിയർ ഹാബിറ്റ്സ് എമംഗ് അവർ യൂത്ത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആർട്ടിക്കിളുകളൊക്കെ താങ്കളുടെ ഈ പത്രത്തിൽ, ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അവയർനെസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻസിയർലി അരുൺ കാലിക്കറ്റ്. അപ്പോൾ അവിടെ ഒരു ക്ലോസിങ് വന്നു, പേരും സ്ഥലവും അവസാനം കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ കാർട്ടൂൺ. അപ്പോൾ അച്ഛനും മകനുമാണ്.
അപ്പോൾ മകൻ പറയാണ്, ഷാൾ വി ഹാക്ക് അനൂസ് അക്കൗണ്ട് ഡാഡ്? അനുവിൻ്റെ അക്കൗണ്ട് ഞാനങ്ങ് ഹാക്ക് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അങ്ങനെ ചെയ്യരുത്, നോ സൺ, ദാറ്റ്സ് എ സീരിയസ് സൈബർ ക്രൈം. നീ ചെയ്യുന്നത് ഒരു സൈബർ ക്രൈമാണ്, ഒരു സൈബർ കുറ്റകൃത്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാക്കുകൾ, സം ടേംസ് ദാറ്റ് വി യൂസ് വൈൽ ഡിസ്കസിങ് ദ സൈബർ വേൾഡ് ആർ ഗിവൺ ബിലോ. അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കുട്ടി ചോദിക്കുന്നത്? ക്യാൻ വി ഹാക്ക് അമ്മൂസ് അക്കൗണ്ട് ഡാഡ്, അല്ലേ? അപ്പോൾ ഫാദർ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നോ സൺ, ദാറ്റ്സ് എ സീരിയസ് സൈബർ ക്രൈം. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു സൈബർ ക്രൈമാണ്. ഇനി സൈബർ വേൾഡിലെ ചില വാക്കുകൾ നോക്കാം. സൈബർ എറ്റിക്വറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു ബിഹേവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് കോർട്ടിയസ്ലി ഓൺ ദി ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിൽ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നല്ല മര്യാദ പാലിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ സൈബർ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. സൈബർ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾസ് ദാറ്റ് ഹെൽപ്പ് ഗൈഡ് അവർ ബിഹേവിയർ ഓൺലൈൻ, എൻഷുവറിങ് വി യൂസ് ദ ഇൻ്റർനെറ്റ് റെസ്പോൺസിബിളി ആൻഡ് റെസ്പെക്ട് അതേഴ്സ്. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിലുള്ള മറ്റുള്ള ആളുകളെ, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ആളുകളെ, അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിക്കണം. അതാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം എന്താണ്, ഇൻ്റർനെറ്റിൽ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ചില ആക്ടിവിറ്റീസാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് വിയ ദ ഇൻ്റർനെറ്റ് സച്ച് ആസ് ഹാക്കിംഗ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഫ്രോഡ്. അതായത് ഇൻ്റർനെറ്റിൽ നടക്കുന്ന ഹാക്കിംഗ്, അതുപോലെ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, അതുപോലെ മറ്റ് തട്ടിപ്പുകൾ, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്, സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. സൈബർ സേഫ്റ്റി പ്രാക്ടീസസ് ദാറ്റ് എൻഷുവർ അവർ പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് ഡിവൈസസ് ആർ പ്രൊട്ടക്റ്റഡ് വൈൽ ഓൺലൈൻ. നമ്മൾ ഓൺലൈനിലായിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസും ഒക്കെ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നോക്കുന്നതാണ് സൈബർ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? എ ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഡേറ്റ ഓഫൺ ത്രൂ ഡിസെപ്റ്റീവ് ഇമെയിൽസ് ഓർ വെബ്സൈറ്റ്സ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റ, അതായത് ആ വ്യക്തിയുടെ ഇൻഫർമേഷൻ, അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അയാളുടെ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തട്ടിപ്പിലൂടെ കയ്യിലാക്കുക, അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ചില ഇമെയിൽ അഡ്രസ്സ്, ചില തട്ടിപ്പ് ഇമെയിൽ അഡ്രസ്സ് അല്ലെ വെബ്സൈറ്റുകളിലൂടെയൊക്കെ നമ്മുടെ ഇൻഫർമേഷൻസ് ഇത്തരത്തിൽ മോഷ്ടിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ വേൾഡിലെ ചില ആക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളാക്കിയിട്ട് എഴുതണം. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും, ഡൂസ് ആൻഡ് ഡോൺട്സ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചെക്ക് ദ ഫാക്ട്സ് ബിഫോർ ഷെയറിങ് ഇൻഫർമേഷൻ. ഏത് കാര്യവും നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് സത്യമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക, നമ്മളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൂസ് എന്നുള്ള കോളത്തിൽ. അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഫാൾസ് ഇൻഫർമേഷൻ ഓർ റൂമേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ തെറ്റായ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല, സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അവോയ്ഡ് പോസ്റ്റിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോട്ടോസ് ഓർ കമൻറ്റ്സ് ദാറ്റ് മൈറ്റ് ഹർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളോ കമൻസുകളോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ബി കോഷ്യസ് ഇൻ ഗ്രാൻഡിങ് പെർമിഷൻ ടു മൊബൈൽ ആപ്സ്. മൊബൈലിൽ നമ്മൾ ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ആപ്പിന് നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുക. പ്രൊട്ടക്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് പ്രൈവസി. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷനും നമ്മുടെ പ്രൈവസിയും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഡോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോസ്റ്റ് ഇൻസൾട്ടിങ് കമൻറ്റ്സ് ഓൺ സോഷ്യൽ മീഡിയ. മറ്റുള്ളവരെ മോശമാക്കുന്ന തരത്തിൽ അല്ലെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഹാക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു ചീറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് ഹാക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഷെയർ പാസ്വേഡ്സ്. ഒരാളുടെ പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല. ഡൗൺലോഡ് മൂവീസ്, മ്യൂസിക് ഓർ സോഫ്റ്റ്വെയർ ഫ്രം അൺഓതറൈസ്ഡ് സോഴ്സസ്. അപ്പോൾ എന്താണ്, കോപ്പിറൈറ്റുള്ള മൂവീസ്, മ്യൂസിക്, അതുപോലെ സോഫ്റ്റ്വെയർ ഒന്നും അതിൻ്റെ ഓതറൈസ്ഡ് അല്ലാത്ത, അതിൻ്റെ ഉടമസ്ഥരല്ലാത്ത
വെബ്സൈറ്റുകളോ സോഴ്സുകളിൽ നിന്നോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണാനോ ഉപയോഗിക്കാനോ പാടില്ല. കോപ്പി റൈറ്റ്സ് ലോ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ക്യാപ്ചർ ആൻഡ് ഷെയർ ഫോട്ടോസ് വിത്തൗട്ട് പെർമിഷൻ. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്കുകയോ ഫോട്ടോ ഷെയർ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഷെയർ പേഴ്സണൽ ഡീറ്റെയിൽസ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ ഓർ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലോ സോഷ്യൽ മീഡിയകളിലോ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് അപരിചിതനായ ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. സെൻഡ് സ്പാം മെസ്സേജസ്, അതായത് തെറ്റായ മെസ്സേജുകൾ അയക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ ഡയലോഗ് ബബിൾ ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡയലോഗ് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കുട്ടി ഇവിടെ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടി ചോദിക്കുകയാണ്, മോം, മൈ ടീച്ചർ ടോൾഡ് us ടു ബിവെയർ ഓഫ് ഫിഷിംഗ്. വാട്ട് ഈസ് ഇറ്റ്? എൻ്റെ ടീച്ചർ പറഞ്ഞു ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അമ്മ ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഫിഷിംഗ് ഈസ് വെൻ സമ്മൺ ട്രൈസ് ടു ട്രിക്ക് യു ഇൻ ടു ഗിവിങ് എവേ പേഴ്സണൽ ഇൻഫർമേഷൻസ്. അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്ത്രപരമായിട്ട് കയ്യിലാക്കുക. ഉദാഹരണത്തിന് പാസ്വേഡ്സ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അപ്പം നല്ലൊരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഫോൺ കിട്ടുമെന്നോ എന്നൊക്കെ പറഞ്ഞ് കള്ള ഓഫറുകളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ സ്വന്തമാക്കുന്ന തട്ടിപ്പ് പരിപാടിക്കാണ് മോനെ ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.